ഹലോ ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗിൻ്റെ പഠന ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഹൈജീൻ അവർ സ്ട്രെങ്ത് എന്ന യൂണിറ്റാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 4. ഇന്നത്തെ ക്ലാസ്സിൽ റീഹൈഡ്രേഷൻ തെറാപ്പിയെക്കുറിച്ചും റീഹൈഡ്രേഷൻ തെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാനീയങ്ങളെക്കുറിച്ച്, ORS എന്താണ്, വാട്ട് ഈസ് ORS, ഇതൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. വാട്ട് ഈസ് റീഹൈഡ്രേഷൻ തെറാപ്പി? നിങ്ങൾ റീഹൈഡ്രേഷൻ തെറാപ്പിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? വാട്ട് ഈസ് ഡീഹൈഡ്രേഷൻ തെറാപ്പി? ഇപ്പം നിങ്ങൾക്കൊക്കെ വയറിളക്കമൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും വരാത്തവരുണ്ടാവില്ല അല്ലേ? അപ്പോഴോ എന്താ സംഭവിക്കുന്നത്? വെൻ യു ഹാവ് ഡിസീസസ് ലൈക്ക് ഡിസെൻട്രി, യു ലോസ് എ ലോട്ട് ഓഫ് വാട്ടർ ഫ്രം ദ ബോഡി, അല്ലേ? നമ്മുടെ ദേഹത്തുനിന്ന് ഒരുപാട് വെള്ളം, ലോട്ട് ഓഫ് വാട്ടർ നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ആ വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കാൻ പാടില്ല, നമ്മളതിനെ മേക്കപ്പ് ചെയ്യണം. റീഹൈഡ്രേഷൻ തെറാപ്പി ഈസ് മെൻറ്റ് ടു മേക്കപ്പ് ഫോർ സച്ച് ലോസ് ഓഫ് വാട്ടർ. അങ്ങനെ നഷ്ടം വരുന്ന വെള്ളത്തെ നമ്മുടെ ശരീരത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് റീഹൈഡ്രേഷൻ തെറാപ്പി. ഇഫ് റീഹൈഡ്രേഷൻ ഈസ് നോട്ട് ഡൺ, ഇപ്പം നമ്മളങ്ങനെ റീഹൈഡ്രേഷൻ ചെയ്തില്ലെങ്കിൽ വാട്ട് ഹാപ്പൻ ടു ദ പേഷ്യൻറ്റ്? എന്താണ് പേഷ്യൻറ്റിന് സംഭവിക്കുക? ദ പേഷ്യൻറ്റ് ബിക്കംസ് വീക്ക്. പേഷ്യൻ്റ് ആകെ ക്ഷീണിക്കും. മേ ലോസ് സം ഓർഗൻസ് ആൻഡ് മേ ഈവൻ ഡൈ. ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങൾക്ക് നഷ്ടം സംഭവിക്കും, ഡാമേജ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മരണം തന്നെ. മേ ലൂസ് സം ഓർഗൻസ് ആൻഡ് മേ ഈവൻ ഡൈ. മരണം വരെ സംഭവിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെയുള്ള ഡിസീസസ് വന്നു കഴിഞ്ഞാൽ റീഹൈഡ്രേഷൻ ചെയ്യണം. ഇനി എന്തെല്ലാം ഡ്രിങ്ക്സ് ആണ് നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഡ്രിങ്ക്സ് ഗിവൺ ഫോർ റീഹൈഡ്രേഷൻ. ഡ്രിങ്ക്സ് given for rehydration. 1. Salted rice water. എല്ലാ വീട്ടിലും ഉള്ളതാണ് salted rice water, ഉപ്പിട്ട കഞ്ഞിവെള്ളം. ലൈം ജ്യൂസ് വിത്ത് സാൾട്ട് ആൻഡ് ഷുഗർ. സാൾട്ടും ഷുഗറും ഇട്ടിട്ടുള്ള ലൈം ജ്യൂസ്, നാരങ്ങ വെള്ളം, ഉപ്പും മധുരവും ഇട്ടത്. സാൾട്ടഡ് ബട്ടർ മിൽക്ക്, സംഭാരം. ടെൻഡർ കോക്കനട്ട് വാട്ടർ, ഇളനീര് വെള്ളം. ഇത്രയും സാധനങ്ങൾ നമുക്ക് റീഹൈഡ്രേഷൻ തെറാപ്പിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കഞ്ഞിവെള്ളം, സാൾട്ടഡ് റൈസ് വാട്ടർ, അല്ലെങ്കിൽ ബട്ടർ മിൽക്ക്, മോരുണ്ട വീട്ടിലാണെങ്കിൽ സാൾട്ടഡ് ബട്ടർ മിൽക്ക്. ഇനി തേങ്ങയൊക്കെ ഉള്ള വീടാണെങ്കിലോ ടെൻഡർ കോക്കനട്ട് വാട്ടർ, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം, ലൈം ജ്യൂസ് വിത്ത് സോൾട്ട് ആൻഡ് ഷുഗർ. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അസുഖം വന്നാൽ ഇത് ഉപയോഗിക്കണം. ഇനി അതൊന്നുമല്ലാതെ ORS സൊല്യൂഷൻ. ORS സൊല്യൂഷൻ എന്താണ്? ORS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ORSൻ്റെ ഒരു പൊടി പാക്കറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? വി ഗെറ്റ് ORS മിക്സ്ചർ ഫ്രം പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ആൻഡ് ഹോസ്പിറ്റൽസ്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന 2 സ്ഥലങ്ങളാണ് പ്രൈമറി ഹെൽത്ത് സെൻറ്ററും ഹോസ്പിറ്റലും, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വില കൊടുത്തും വാങ്ങാം. വി ഗെറ്റ് ORS മിക്സ്ചർ ഫ്രം പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ആൻഡ് ഹോസ്പിറ്റൽസ്. 1 പാക്കറ്റ് ഓഫ് ഇറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ ആൻഡ് ഗിവൺ അറ്റ് ഇൻ്റർവെൽസ് ഫോർ റീഹൈഡ്രേഷൻ. അപ്പോൾ നമുക്ക് പുറത്ത് വെച്ചിട്ടൊക്കെ എങ്ങനെയാണ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുക, 1 ലിറ്റർ വെള്ളം വാങ്ങിക്കുക അല്ലേ? വാങ്ങിക്കാൻ കിട്ടുമല്ലോ വെള്ളം. 1 ലിറ്റർ വെള്ളം വാങ്ങിക്കുക, ഒരു പാക്കറ്റ് എടുത്ത് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ORS പാക്കറ്റ് വാങ്ങിക്കുക, അത് ഫുള്ളായിട്ട് ആ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. മനസ്സിലായില്ലേ ORS സൊല്യൂഷൻ എന്താണെന്ന്? ORS സൊല്യൂഷൻ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും.
നമുക്ക് ORS സൊല്യൂഷൻ വീട്ടിലും ഉണ്ടാക്കാം. ഇപ്പം നമുക്കൊരു ഗ്ലാസ് ORS ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാക്കുക? ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക. 1 ഗ്ലാസ്സിന് എത്രയാണ് പഞ്ചസാര ഇടേണ്ടത്? 1 ടീസ്പൂൺ ഷുഗർ ആൻഡ് 1 പിഞ്ച് സാൾട്ട്. ഇത്രയും ചേർത്ത് ഇളക്കി നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ റീഹൈഡ്രേഷൻ തെറാപ്പി അതേപോലെ ORS സൊല്യൂഷൻ, ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.